ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ 2 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2 ആയ മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ് എന്ന പാഠഭാഗമാണ്. ഈ പാഠം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിലൂടെ പഠിച്ചു പോകാം. എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഭക്തി മൂവ്മെന്റ്? എന്താണ് ഭക്തി മൂവ്മെന്റ്? ഹു വർ നോൺ ആസ് അൽവാസ് ആൻഡ് നായനാസ്? ആരാണ് അഴിയന്മാരും നായനാർമാരും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഭക്തി മൂവ്മെന്റ് ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ദി 7th and 12th centuries. 7ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടയിൽ നിലനിന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എഴുതുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 1 ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് എ നോട്ട് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് ബ്രോട്ട് അബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. ദക്ഷിണേന്ത്യൻ, അതായത് സൗത്ത് ഇന്ത്യൻ ഭക്തി പ്രസ്ഥാനം സാമൂഹിക വ്യവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ റൈറ്റിംഗ്സ് ഓഫ് ദി അൽവാസ് ആർ നോൺ ആസ്. അഴിയാർമാരുടെ രചനകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ റൈറ്റിംഗ്സ് ഓഫ് ദി നയനാർസ് ആർ നോൺ ആസ്. നായനാർമാരുടെ രചനകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി പ്രൊമിനന്റ് പോയറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിലെ പ്രമുഖ കവികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എ നോട്ട് ഓൺ അനുഭവ മണ്ഡപ. അനുഭവ മണ്ഡപത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. ഹു വാസ് ദി ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും കവിയും ആരായിരുന്നു? Which social reform movement was founded by ബസവണ്ണ? ബസവണ്ണ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? What was the main idea of the വീരശൈവ മൂവ്മെന്റ്? വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം എന്തായിരുന്നു? Write the major activities of വീരശൈവ മൂവ്മെന്റ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എഴുതുക. The Veerashaiva movement questioned the caste system and inequalities. Evaluate this statement. വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തു. ഈ പ്രസ്താവന വിലയിരുത്തുക. ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്ന ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വർ ദ ഹിംസ് ത്രൂ വിച്ച് കബീർ ഷെയർഡ് ഹിസ് ഐഡിയ? കബീർ എന്ന് പറഞ്ഞ ആൾ ആരാണ്? കബീർ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖ സന്യാസിയും കവിയുമായിരുന്നു. ദോഹകളിലൂടെ അദ്ദേഹം സമത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദി ഹിൻസ് ത്രൂ വിച്ച് കബീർ ഷെയർഡ് ഹിസ് ഐഡിയാസ്? കബീർ തന്റെ ആശയങ്ങൾ പങ്കുവെച്ചത് ഏത് മാർഗത്തിലൂടെയാണെന്നാണ്. ഇതിലൂടെയാണ്, ദോഹാസിലൂടെയാണ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് കബീർസ് ഐഡിയ പ്രൊമോട്ട് ഇക്വാളിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി? കബീറിന്റെ ആശയങ്ങൾ എങ്ങനെ സമത്വവും മതസൗഹാർദ്ദവും പ്രോത്സാഹിപ്പിച്ചു? കബീർ സപ്പോർട്ടഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തെയും സാഹോദര്യത്തെയും പിന്തുണച്ചു. ഹി സെഡ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ഈക്വൽ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുല്യരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹി ഒപ്പോസ്ഡ് the caste system, untouchability, meaningless rituals and idol worship. ജാതി വ്യവസ്ഥയെയും ഐത്തത്തെയും അർത്ഥശൂന്യമായ ആചാരങ്ങളെയും, മീനിംഗ്ലെസ് റിച്വൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ ആചാരങ്ങളെയും വിഗ്രഹാരാധനയും അദ്ദേഹം എതിർത്തു. He spoke against discrimination based on caste, religion, race, birth and wealth. അദ്ദേഹം ജാതി, മതം, വംശം, ജനനം, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ സംസാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം കബീർസ് ദോഹാസ് ആൻഡ് സ്റ്റോറീസ്? കബീറിന്റെ ദോഹകളിൽ നിന്നും കഥകളിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിച്ചത്? പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെന്റ് നെയിംസ്. ആളുകൾ ദൈവത്തെ വ്യത്യസ്ത പേരുകളിലാണ് വിളിക്കുന്നത്. കബീർ ആസ്ക്ഡ് പീപ്പിൾ നോട്ട് ടു ബിലീവ് ഇൻ സൂപ്പർസിഷൻ. സൂപ്പർസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധവിശ്വാസം. അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കരുതെന്ന് കബീർ ആളുകളെ ഉപദേശിച്ചു. ഡിസീസസ് ക്യാൻ ബി ക്യൂർഡ് ഓൺലി ബൈ പ്രോപ്പർ ട്രീറ്റ്മെന്റ്.
രോഗങ്ങൾ ശരിയായ ചികിത്സയിലൂടെ മാത്രമേ ഭേദമാകൂ. ഹി ഒപ്പോസ്ഡ് മീനിംഗ്ലെസ് റിലീജിയസ് റിച്വൽസ്. അർത്ഥശൂന്യമായ മതാചാരങ്ങളെ അദ്ദേഹം എതിർത്തു. ഹി ടോട്ട് ദ വാല്യൂ ഓഫ് വർക്ക് ആൻഡ് ലേബർ. ജോലിയുടെയും കഠിനാധ്വാനത്തിന്റെയും മഹത്വം അദ്ദേഹം പഠിപ്പിച്ചു. ഹി സപ്പോർട്ടഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെയും സാഹോദര്യത്തെയും അദ്ദേഹം പിന്തുണച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുനാനാക്കിനെ പറ്റിയാണ്. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ഗുരുനാനാക്സ് സ്റ്റോറി? ഗുരുനാനാക്കിന്റെ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഇറ്റ് ഈസ് റോങ് ടു സ്റ്റീൽ അതേഴ്സ് വെൽത്ത്. മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്നത് തെറ്റാണ്. വി ഷുഡ് അഡ്മിറ്റ് അവർ മിസ്റ്റേക്സ് ആൻഡ് സേ സോറി. നമ്മുടെ തെറ്റുകൾ സമ്മതിക്കുകയും ക്ഷമ ചോദിക്കുകയും വേണം. വി ഷുഡ് ബി ഹോണസ്റ്റ് ഇൻ ലൈഫ്. ജീവിതത്തിൽ സത്യസന്ധരായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ഗുരുനാനാക്ക് സ്പ്രെഡ് ദി ഐഡിയ ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്? ഗുരുനാനാക്ക് എങ്ങനെയാണ് മതസഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചത്? ഗുരുനാനാക്ക് ട്രൈ ടു ബ്രിങ് പീപ്പിൾ ഓഫ് ഡിഫറെന്റ് റിലീജിയസ് ടുഗദർ. വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകളെ ഒരുമിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. ഹി ട്രാവൽഡ് അക്രോസ് ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായി സഞ്ചരിച്ചു. ഹി ഒപ്പോസ്ഡ് മീനിംഗ്ലെസ് റിലീജിയസ് റിച്വൽസ്. അർത്ഥശൂന്യമായ മതാചാരങ്ങളെ അദ്ദേഹം എതിർത്തു. ഇത് തന്നെയാണ് കബീറും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി ടോട്ട് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ ഗോഡ്. ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഹി പ്രൊമോട്ടഡ് ഇക്വാളിറ്റി, ബ്രദർഹുഡ്, ലവ്, കൈൻഡ്നസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. സമത്വം, ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം. ഈ വേർഡൊക്കെ നിങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നന്നായി പഠിച്ചു വെക്കുക. ഇക്വാളിറ്റി, ബ്രദർഹുഡ്, സാഹോദര്യം, ലവ്, കൈൻഡ്നസ്, മതസഹിഷ്ണുത എന്നിവ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഈ സ്പോക്ക് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡിയൽ വർഷിപ്പ് ആൻഡ് അൺനെസസറി പിൽഗ്രിമേജസ്. ജാതി വിവേചനം, വിഗ്രഹാരാധന, അനാവശ്യ തീർത്ഥാടനങ്ങൾ എന്നിവയ്ക്കെതിരെ അദ്ദേഹം സംസാരിച്ചു. ബർത്ത് പ്ലേസ് ഓഫ് ഗുരുനാനാക്ക്. ഗുരുനാനാക്കിന്റെ ജന്മസ്ഥലം ഏതാണ്? തൽവാന്തി ഇൻ ഷേഖ്പുര, പഞ്ചാബ്. പഞ്ചാബിലെ ഷേഖ്പുര ജില്ലയിലുള്ള തൽവണ്ടിയാണ് ഗുരുനാനാക്കിന്റെ ജന്മസ്ഥലം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹൗ ഡിഡ് മീരാബായി, അക്ക മഹാദേവി ആൻഡ് അതേഴ്സ് ഹെൽപ് ദി ഭക്തി മൂവ്മെന്റ്? മീരാബായി, അക്ക മഹാദേവി തുടങ്ങിയവർ ഭക്തി പ്രസ്ഥാനത്തെ, ഭക്തി മൂവ്മെന്റിനെ എങ്ങനെ സഹായിച്ചു? ദേ കമ്പോസ്ഡ് ആൻഡ് സാങ് ഡിവോഷണൽ ഹിംസ് ആൻഡ് സോങ്സ്. അവർ ഭക്തിഗാനങ്ങൾ, ഡിവോഷണൽ ഹിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിഗാനങ്ങൾ, സ്തുതിഗീതങ്ങളും രചിക്കുകയും പാടുകയും ചെയ്തു. മീരാബായി ഡിവോട്ടഡ് ഹെർ ലൈഫ് ടു ലോർഡ് കൃഷ്ണ. മീരാബായി തന്റെ ജീവിതം ശ്രീകൃഷ്ണ ഭക്തിക്കായി സമർപ്പിച്ചു. മീരാബായ്സ് ഭജനാസ് ബിക്കെയിം വെരി പോപ്പുലർ. മീരാബായിയുടെ ഭജനകൾ വളരെ ജനപ്രിയമായി. കരൈക്കൽ അമ്മയ്യർ ആൻഡ് ആണ്ടാൾ were famous women saints from തമിഴ്നാടു. കരൈക്കൽ അമ്മയ്യാരും ആണ്ടാളും തമിഴ്നാട്ടിലെ പ്രശസ്ത വനിതാ സന്യാസിനികളായിരുന്നു. Their songs expressed a deep devotion to God. അവരുടെ ഗാനങ്ങൾ ദൈവത്തോടുള്ള ആഴത്തിലുള്ള ഭക്തി പ്രകടിപ്പിച്ചു. അക്ക മഹാദേവി സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ഡിവോഷൻ ത്രൂ ഹെർ പോയംസ് ആൻഡ് സോങ്സ്. അക്ക മഹാദേവി തന്റെ കവിതകളിലൂടെ ഗാനങ്ങളിലൂടെയും ഭക്തിയുടെ സന്ദേശം പ്രചരിപ്പിച്ചു. വാട്ട് വേർ ദി മെയിൻ റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്? ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ദർ വെർ മെനി പോസിറ്റീവ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആൻഡ് റിലീജിയൻ. സമൂഹത്തിലും മതരംഗത്തും നിരവധി നല്ല മാറ്റങ്ങൾ ഉണ്ടായി. പീപ്പിൾ ക്വസ്റ്റ്യൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്പെഷ്യൽ പ്രിവിലേജസ്. ആളുകൾ ജാതി വ്യവസ്ഥയെയും പ്രത്യേക അവകാശങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ദ ഐഡിയ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ബിക്കം സ്ട്രോങ്ങർ. സാമൂഹിക സമത്വം എന്ന ആശയം കൂടുതൽ ശക്തമായി. പീപ്പിൾ സ്റ്റാർട്ടഡ് ബിലീവിംഗ് ഇൻ ഇക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് ആൻഡ് ഹാർഡ് ലേബർ. ജോലിയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി ഓഫ് ഖുസ്രു ആൻഡ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ? ഖുസ്രോയുടെയും ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെയും കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്?
സൂഫീസ് സ്റ്റേഡ് away from wealth and power. സൂഫികൾ സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും അകന്നു ജീവിച്ചു. They gave importance to spiritual life. അവർ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി. They taught love, peace and brotherhood. അവർ സ്നേഹം, സമാധാനം, സാഹോദര്യം എന്നിവ പഠിപ്പിച്ചു. They respected all people equally. അവർ എല്ലാ മനുഷ്യരെയും തുല്യരായി ബഹുമാനിച്ചു. They believed in a simple life and devotion to God. ലളിതമായ ജീവിതത്തിലും ദൈവഭക്തിയിലും അവർ വിശ്വസിച്ചു. നെക്സ്റ്റ്, വാട്ട് ഈസ് സൂഫിസം? എന്താണ് സൂഫിസം? സൂഫിസം ഈസ് an Islamic devotional movement that started in Central Asia. മധ്യേഷ്യയിൽ ആരംഭിച്ച ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ ദി ഇൻഫോർമേഷൻ റിക്വയർഡ് ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് ഓൺ ദി സൂഫി മൂവ്മെന്റ്. സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ഫ്ലിപ്പ് ബുക്ക് തയ്യാറാക്കാൻ ആവശ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂഫീസ് ബിലീവ് ദാറ്റ് ഡിവോഷൻ ഈസ് ദ വേ ടു റീച്ച് ഗോഡ്. ദൈവത്തെ എത്തിച്ചേരാനുള്ള മാർഗഭക്തിയാണെന്ന് അവർ സൂഫികൾ വിശ്വസിച്ചു. ദേ ബിലീവ്ഡ് ഡിവോഷണൽ സിംഗിങ് ഹെൽപ്സ് പീപ്പിൾ ബിക്കം ക്ലോസർ ടു ഗോഡ്. ഭക്തിഗാനങ്ങൾ ആളുകളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ദേ ട്രാവൽഡ് എമംഗ് കോമൺ പീപ്പിൾ ആൻഡ് സ്പ്രെഡ് സൂഫി ഐഡിയാസ്. സാധാരണ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി ആശയങ്ങൾ പ്രചരിപ്പിച്ചു. They taught belief in one God, brotherhood, humanity and devotion to God. ഏകദൈവം, വിശ്വാസം, സാഹോദര്യം, മാനവികത, ദൈവഭക്തി എന്നിവ അവർ പഠിപ്പിച്ചു. The Sufi movement reached India in the 12th century. 12ാം നൂറ്റാണ്ടിൽ സൂഫി പ്രസ്ഥാനം ഇന്ത്യയിലെത്തി. Sufi saints gave importance to spiritual life and stayed away from wealth and power. സൂഫി സന്യാസിമാർ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്തു. The Sufi master was called Pir and his followers were called Murids. സൂഫി ഗുരുവിനെ പീർ എന്നും അദ്ദേഹത്തിന്റെ അനുയായികളെ മുരീദുകൾ എന്നും വിളിച്ചു. Khanqahs were the places where Sufis lived and taught people. സൂഫികൾ താമസിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന സ്ഥലങ്ങളെയാണ് ഖാൻഖാഹുകൾ എന്ന് വിളിച്ചത്. Qawwalis were devotional songs sung in the Sufi style called Sama. സാമ എന്ന സൂഫി ശൈലിയിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളെയാണ് ഖവാലികൾ എന്ന് വിളിക്കുന്നത്. During the Sultanate and Mughal periods, Sufis helped bring unity among people of different religions. സുൽത്താന്റെയും മുഗൾ ഭരണകാലത്ത് വിവിധ മതവിശ്വാസികൾക്കിടയിലും ഐക്യം വളർത്താൻ സൂഫികൾ സഹായിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റിലീജിയൻസ് റിലേറ്റഡ് ടു ദം. ഇന്ത്യയിലെ പ്രധാന സൂഫി ഗുരുക്കന്മാരെയും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെയും പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി, മുൽത്താൻ ആണ് റീജിയൻ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഡൽഹി. അടുത്തത് ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തി, അജ്മീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദി ഭക്തി മൂവ്മെന്റ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഓഫ് വെർനാക്കുലർ ലാംഗ്വേജസ്? വെർനാക്കുലർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി മൂവ്മെന്റ് എങ്ങനെ സഹായിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഭക്തി ആൻഡ് സൂഫീസ് യൂസ്ഡ് ലോക്കൽ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ്. ഭക്തി പ്രസ്ഥാനക്കാരും സൂഫികളും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചു. ദിസ് ഹെൽപ്ഡ് കോമൺ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ടീച്ചിങ്സ് ഈസിലി. ഇതിലൂടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇറ്റ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മെനി റീജിയണൽ ലാംഗ്വേജസ്. ഇത് നിരവധി പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. മെനി ഡിവോഷണൽ സോങ്സ് ആൻഡ് പോയംസ് വെർ റിട്ടൺ ഇൻ ലോക്കൽ ലാംഗ്വേജസ്. നിരവധി ഭക്തിഗാനങ്ങളും കവിതകളും പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ടു. Many other literary works were also written in local language. മറ്റ് സാഹിത്യകൃതികളും, ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞാൽ സാഹിത്യകൃതികളും പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ടു. ലോക്കൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷ. Urdu, a mix of Persian and Hindi, became an example of India's cultural unity. പേർഷ്യൻ, ഹിന്ദി ഭാഷകളുടെ മിക്സായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യത്തിന്റെ ഉദാഹരണമായി മാറി. അമീർ ഖുസ്രു വാസ് എ ഫേമസ് റൈറ്റർ ഓഫ് ദി ഉറുദു ലാംഗ്വേജ്. ഉറുദു ഭാഷയിലെ പ്രശസ്ത എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു.
കബീർ ദോഹാസ് ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് ദി ഹിന്ദി ലാംഗ്വേജ്. കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. The Mahabharata, Ramayana and the other books were translated into many regional languages. This helped the growth of language and literature. ഇത് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയ്ക്ക് സഹായകമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിലെ പ്രധാന സാഹിത്യ കൃതികളും അവയുടെ രചയിതാക്കളും ഏതെല്ലാമാണ്? തമിഴില് 4000 ദിവ്യപ്രബന്ധം. ഓതേഴ്സ് ആരൊക്കെയാണ്? അൽവാസ് ആണ്, അയ്യാർമാർ. അടുത്തത് തിരുമുറയ്ക്കൽ വരുന്നത് ഓതേഴ്സ് നായനാസ് ആണ്. അടുത്തത് കന്നഡ വചനാസ്. ഓതേഴ്സ് വരുന്നത് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. അടുത്തത് തെലുങ്കു ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരതത്തിന്റെ വിവർത്തനമാണ്. ഓതേഴ്സ് നന്നയ്യ, തിക്കണ്ണ, ഇരപ്രകട. അടുത്തത് ബംഗാളി ഗീതാ ഗോവിന്ദം. ഓതറായിട്ട് വരുന്നത് രചയിതാവ് ജയദേവൻ. അടുത്തത് മലയാളം ജ്ഞാനപ്പാന പൂന്താനം. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ. മുഹിദ്ദീൻ മാല ഖാസി മുഹമ്മദ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെന്റ്. ഭക്തി സൂഫി പ്രസ്ഥാനത്തിന്റെ ഫലമായി സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് എന്താണ്? റിലീജിയസ് ടോളറൻസ് ഇൻക്രീസ്ഡ്. മതസഹിഷ്ണുത വർദ്ധിച്ചു. പീപ്പിൾ ഒപ്പോസ്ഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ആളുകൾ ജാതി വിവേചനത്തെ എതിർത്തു. പീപ്പിൾ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ഓൾഡ് കസ്റ്റംസ്. ആളുകൾ പഴയ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ദ ഐഡിയ ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ബിക്കം സ്ട്രോങ്ങർ. സാമൂഹിക സമത്വം എന്ന ആശയം കൂടുതൽ ശക്തമായി. ബ്രദർഹുഡ് ആൻഡ് ഹ്യൂമിലിറ്റി വേർ പ്രൊമോട്ടഡ്. സാഹോദര്യവും വിനയവും പ്രോത്സാഹിക്കപ്പെട്ടു. ബ്രദർഹുഡ് എന്ന് പറഞ്ഞാല് സാഹോദര്യം എന്നാണ്. ഹ്യൂമിനിറ്റി എന്ന് പറഞ്ഞാല് വിനയം. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇംപ്രൂവ്ഡ്. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. ദ ഐഡിയ ഓഫ് വൺ ഗോഡ് ബിക്കെയിം പോപ്പുലർ. ഏകദൈവ വിശ്വാസം പ്രചാരത്തിലായി. റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്ഡ്. റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വെർനാക്കുലർ. പ്രാദേശിക ഭാഷകൾ വികസിച്ചു. പീപ്പിൾ അക്സെപ്റ്റഡ് ജെൻഡർ ഇക്വാളിറ്റി. സ്ത്രീ പുരുഷ സമത്വം ആളുകൾ അംഗീകരിച്ചു. കൾച്ചറൽ ഇന്റഗ്രേഷൻ ബിക്കം സ്ട്രോങ്ങർ. സാംസ്കാരിക ഐക്യം കൂടുതൽ ശക്തമായി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദി ഭക്തി സൂഫി മൂവ്മെന്റ് കോൺട്രിബ്യൂട്ട് ടു ദി എമർജൻസ് ഓഫ് സിന്തറ്റിക് കൾച്ചർ ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയിൽ സംയോജിത സംസ്കാരം രൂപപ്പെടാൻ ഭക്തി സൂഫി പ്രസ്ഥാനം എങ്ങനെ സഹായിച്ചു? ഭക്തി സൂഫി മൂവ്മെന്റ് റെഡ്യൂസ്ഡ് സോഷ്യൽ കോൺഫ്ലിക്ട്സ്. ഭക്തി സൂഫി പ്രസ്ഥാനം സാമൂഹിക സംഘർഷങ്ങൾ കുറച്ചു. ദേ ബ്രോട്ട് പീപ്പിൾ ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ് ടുഗദർ. അവർ വിവിധ മതങ്ങളിലുള്ള ആളുകളെ ഒരുമിപ്പിച്ചു. ദേ പ്രൊമോട്ടഡ് പീസ്, ഹാർമണി ആൻഡ് ബ്രദർഹുഡ്. അവർ സമാധാനം, സൗഹാർദ്ദം, സാഹോദര്യം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ദേ സ്പ്രെഡ് ദി ഐഡിയ ഓഫ് ഡിഫറെന്റ് റിലീജിയൻ എമംഗ് കോമൺ പീപ്പിൾ. വിവിധ മതങ്ങളുടെ ആശയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. They helped people of different castes and religions live together. വ്യത്യസ്ത ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ അവർ സഹായിച്ചു. They promoted unity in diversity, equality and communal harmony. വൈവിധ്യത്തിലെ ഐക്യം, സമത്വം, മതസൗഹാർദ്ദം എന്നിവ അവർ പ്രോത്സാഹിപ്പിച്ചു. സോ ഫ്രണ്ട്സ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പഠിച്ചാൽ ഈ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത് ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റ്, പിന്നെ അഴ്വാർമാര്, നായനാർമാര്, പിന്നെ ബസവണ്ണയുടെ വീരശൈവ മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചു. കബീറിനെ കുറിച്ച് പഠിച്ചു. ഗുരു നാനാക്കിനെ കുറിച്ച്, മീരാബായി, അക്ക മഹാദേവി, പിന്നെ നമ്മൾ സൂഫിസം പഠിച്ചു. ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയ സൂഫി ഗുരുക്കന്മാരെ കുറിച്ചും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ ജാതി വിവേചനത്തെ എതിർത്തത് എങ്ങനെയാണെന്നും സമത്വം, സ്നേഹം, സാഹോദര്യം, ഏകദൈവ വിശ്വാസം എന്നിവ പ്രചരിപ്പിച്ചതിനെ കുറിച്ച്, പ്രാദേശിക ഭാഷകളുടെ അതായത് വെർനാക്കുലർ ലാംഗ്വേജസിന്റെ വളർച്ചയ്ക്ക് ഇവ നൽകിയ സംഭാവനയെക്കുറിച്ച്, ഇന്ത്യയിൽ സാംസ്കാരിക ഐക്യം അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് വന്നത്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്.
സോ ഫ്രണ്ട്സ്, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വെക്കുക. ഇതുവരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നുന്നത്. ഹൗ ഡിഡ് ഗുരു നാനക് സ്പ്രെഡ് റിലീജിയസ് ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്? വാട്ട് വർ ദ മെയിൻ റിസൾട്ട് ഓഫ് ദി ഭക്തി മൂവ്മെന്റ്? വാട്ട് ഈസ് സൂഫിസം? ഫീച്ചേഴ്സ് ഓഫ് ദി സൂഫി മൂവ്മെന്റ്? ഹൗ ഡിഡ് ദി ഭക്തി മൂവ്മെന്റ് ഹെൽപ്പ് ദി ഗ്രോത്ത് ഓഫ് വെർനാക്കുലർ ലാംഗ്വേജസ്? What were the social changes caused by Bhakti Sufi movement, Basavanna and Veerashaiva movement? സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺ എക്സാം വളരെ ഈസി ആവട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.